നമസ്കാരം, ഫുട്ബോൾ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കുകയാണ്. റൗണ്ട് ഓഫ് 16ലേക്ക് വന്ന് മലമറിക്കും എന്ന് കരുതിയിരുന്ന പല വലിയ ടീമുകളെയും ചെറിയ ടീമുകൾ മറിച്ചിടുന്ന കാഴ്ചയാണ് ഈ യൂറോ കപ്പിൽ നമ്മൾ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സമനില തന്നെ ധാരാളമായിരുന്നു. എങ്കിലും അവർ വിജയങ്ങൾ തന്നെ നെയ്തെടുത്തു. സാക്ഷാൽ ക്രിസ്ത്യാനോയെ തന്നെ ബോക്സിൽ വലിച്ചിടുന്ന കാഴ്ച. പേരിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഷ്ടപ്പെടുന്ന ഫ്രാൻസും ബെൽജിയവും ഇംഗ്ലണ്ടും നെതർലൻഡ്സും അടുത്ത ഘട്ടത്തിലേക്ക് പോലും കടക്കാത്ത ക്രൊയേഷ്യയും ഗ്രൂപ്പിലെ അവസാന മത്സരം കുറച്ച് മാറ്റങ്ങളോടെ കളിക്കാനിറങ്ങിയ പോർച്ചുഗലിനെ ജോർജിയ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ഇതും ഇതിനോട് ചേർത്ത് തന്നെ വയ്ക്കണം. ഫ്രാൻസും നെതർലൻഡ്സും അടങ്ങുന്ന ഗ്രൂപ്പ് ഡിയിൽ 1ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തത് ഓസ്ട്രിയ. കരുത്തരായ ബെൽജിയം അടങ്ങുന്ന ഗ്രൂപ്പ് ഇയിൽ 1ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തത് റൊമേനിയ. ഇനി റൗണ്ട് ഓഫ് 16ലേക്ക് നാളെ രാത്രി 9:30 ആദ്യ മത്സരം. സ്വിറ്റ്സർലൻഡും ഇറ്റലിയും തമ്മിലാണ് ആദ്യ മത്സരം. പിന്നീട് 12:30 ജർമ്മനിയും ഡെൻമാർക്കും തമ്മിലാണ് അടുത്ത മത്സരം. ജൂൺ 30 രാത്രി 9:30 ഇംഗ്ലണ്ടും സ്ലോവാക്യയും തമ്മിൽ ഏറ്റുമുട്ടും. പിന്നീട് 12:30 സ്പെയിനും ജോർജിയയും തമ്മിൽ ഏറ്റുമുട്ടും. ജൂലൈ 1 രാത്രി 9:30 ഫ്രാൻസും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടും. പിന്നീട് 12:30 പോർച്ചുഗലും സ്ലോവേനിയയും തമ്മിലാണ് മത്സരം. ജൂലൈ 2 രാത്രി 9:30 നെതർലൻഡ്സും റൊമേനിയയും തമ്മിലാണ് മത്സരം. പിന്നീട് 12:30 ഓസ്ട്രിയയും തുർക്കിയും തമ്മിലാണ് റൗണ്ട് ഓഫ് 16ലെ അവസാന മത്സരം. ജൂലൈ 5 ക്വാർട്ടർ ഫൈനൽ തുടങ്ങുന്നത്. ഇനി യൂറോ വിട്ട് കോപ്പയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇന്ന് കരുത്തരായ ഉറുഗ്വായ്ക്ക് മത്സരമുണ്ടായിരുന്നു. ഗ്രൂപ്പ് സിയിൽ നടന്ന മത്സരം ഉറുഗ്വായും ബൊളീവിയയും തമ്മിലായിരുന്നു മത്സരം. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഉറുഗ്വായ് വിജയിച്ച് കയറിയത്. ഇനി ഉറുഗ്വായ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ഫക്കുണ്ടോ പെലിസ്ട്രി, ഡാർവിൻ ന്യൂനസ്, മാക്സിമിലാനോ അറോജോ, ഫെഡറിക്കോ വാൽവെർദെ, റോഡ്രിഗോ ബെൻറ്റാൻകൂർ എന്നിവർ ചേർന്നായിരുന്നു. മാർസലോ ബിയൽസയുടെ കീഴിൽ അണിനിൽക്കുന്ന ഉറുഗ്വായെ സംബന്ധിച്ചിടത്തോളം ഒരു റോളർ കോസ്റ്റർ വിജയം തന്നെയാണ് അവർ നേടിയെടുത്തത്. ഗ്രൂപ്പ് സിയിൽ നടന്ന 2 മത്സരങ്ങളിൽ നിന്നും 6 പോയിന്റോടെ അവർ 1ാം സ്ഥാനത്താണ്. ഈ 2 മത്സരങ്ങളിൽ നിന്നും അവർ അടിച്ചുകൂട്ടിയത് 8 ഗോളുകൾ. ഇനി ഈ കോപ്പ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നതും ഉറുഗ്വായ് തന്നെയാണ്. ഇനി ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഉറുഗ്വായുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് ഫക്കുണ്ടോ പെലിസ്ട്രി, ഡാർവിൻ ന്യൂനസ്, മാക്സിമിലാനോ അറോജോ, ഡെലെ ക്രൂസ് എന്നിവർ ചേർന്നായിരുന്നു. ബൊളീവിയ ഗ്രൂപ്പിലെ 2 മത്സരങ്ങളും പരാജയപ്പെട്ട് 4ാം സ്ഥാനത്താണ്. ഇനി കരുത്തരായ ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ടുകൊണ്ട് നാളെ ഇറങ്ങുന്നു. പരാഗ്വേയാണ് അവരുടെ എതിരാളികൾ. ഗ്രൂപ്പ് ഡിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയുമായി ബ്രസീൽ സമനിലയിൽ പിരിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയം അനിവാര്യമാണ്. ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാനായി വിജയത്തിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.